ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്രം കുറിക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം 3 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ മാറ്റിവെക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ മെഡിക്കൽ കോളേജിൽ തുടങ്ങി. സർക്കാർ ആശുപത്രിയിൽ ആദ്യമായാണ് ശ്വാസകോശം മാറ്റിവെക്കൽ സർജറി നടക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ കുടുംബം സമ്മതപത്രം ഒപ്പുവെക്കുകയും അത് ആ സർജറിക്ക്, ആ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരുങ്ങുകയും ചെയ്യുന്നു എന്ന വിവരം നേരത്തെ വന്നിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എടുത്തു പറയേണ്ടത് 9 അവയവങ്ങളാണ് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷിന്റെ കുടുംബം ദാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 3 അവയവങ്ങളാണ് ഒരു ദിവസം മാറ്റിവെക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനോടകം തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടന്നിട്ടുണ്ട്. 11 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഇപ്പോൾ ഹൃദയത്തിന് പുറമെ ശ്വാസകോശം, വൃക്ക, ഈ 3 അവയവങ്ങളും ഒരു ദിവസം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നത്. അതിന്റെ ദിവസം എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതിയാണ് ശബരിമലയിൽ പോയി മടങ്ങുന്നതിനിടയിൽ ഒരു അപകടമുണ്ടായി. തലയ്ക്ക് പരിക്കേറ്റ് ഈ അനീഷ് എന്ന് പറയുന്ന പൂജപ്പുര സെൻട്രൽ പ്രിസണിലെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറാണ് അനീഷ് ചികിത്സയിലേക്ക് പോകുന്നത്. തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ബന്ധുക്കൾ വലിയൊരു കാര്യം, 9 അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു നിർണായക തീരുമാനം എടുക്കുകയായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശരി ടോബി, ശബരിമലയിൽ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണ പോലീസ് ഉദ്യോഗസ്ഥൻ, പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അനീഷ്, അദ്ദേഹത്തിന് 41 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ അനീഷ് ഇനി 9 പേരിലൂടെ ജീവിക്കുകയാണ്. ഒരു വലിയ സർജറി നടക്കാൻ പോകുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഡോക്ടേഴ്സ് പൂർത്തിയാക്കി വരികയാണ്. വിശദാംശങ്ങളാണ് ടോബി നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.